ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ അംഗീകൃതമായ കാര്യങ്ങൾ ചെയ്യുക. അതിനെന്തൊക്കെ ഹദീസുകൾ പറഞ്ഞോ അതൊക്കെ ഇസ്ലാമികമായ കാര്യങ്ങളാണ്. ഇല്ലാത്തതൊന്നും കൊണ്ടുവരാൻ പാടില്ല. അങ്ങനെ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ളതാണ്. അങ്ങനെയുള്ള മന്ത്രങ്ങൾ നമുക്കത് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് മുഅവ്വദത്തൈനൊക്കെ നമ്മൾ ഊതി ഓതുന്നില്ലേ, കൈകൊണ്ട് തടവുന്നില്ലേ, ഒക്കെ ചെയ്യാം. ആ രൂപത്തിലൊക്കെ ചെയ്യാം. പക്ഷേ ശരീരത്തിൽ ജിന്നു കൂടിയെന്നും പറഞ്ഞുങ്ങാണ്ട് ഓനെ പിടിച്ച് അടിക്കാനും വിളക്കാനോ നിൽക്കണ്ട. അതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജിന്നിനെ അടിച്ച് വായിപ്പിച്ചിട്ടൊന്നും. ആ നിലക്ക് അടിച്ചിളക്കി അവനോട് ഇങ്ങനെ ചോദ്യം ചോദിച്ച് അവൻ പറയണോക്കെ ഇങ്ങനെ കേട്ടിങ്ങനെ ആനന്ദിച്ച് എന്താ എൻ്റെ പേര് ഗോപാലൻ, ഇപ്പം എവിടുന്നാ വരുന്നത്, ഞാൻ എന്നോടത്തുനിന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ സമ്പ്രദായമൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഒരാൾക്ക് ജിന്ന് ബാധിച്ചിട്ടുണ്ടോ നമുക്കറിയാനും കഴിയൂല. നമുക്ക് ചില നിഗമനങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായി എന്ന് വരാം. ജിന്ന് ബാധിച്ചോ സിഹിർ ബാധിച്ചോ എന്നൊക്കെ അറിയാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഉറപ്പിച്ചു പറയാൻ കഴിയുള്ളൂ. നമ്മൾക്ക് ചിലപ്പോൾ അങ്ങനെ സംശയിക്കപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ ഇസ്ലാം പറഞ്ഞിട്ടുള്ള പരിശുദ്ധ ഖുർആനിലെയും ഹദീസിലെയും മന്ത്രങ്ങൾ മുഖേന നമുക്ക് ചികിത്സ നടത്താം. അതിലൊന്നും പരിധി വിടാൻ പാടില്ല. ഇസ്ലാം നിശ്ചയിച്ചതിനെ നിഷേധിക്കാനും പാടില്ല, ഇല്ലാത്തത് കൊണ്ടുവരാനും പാടില്ല.